മാർപ്പാപ്പയെക്കുറിച്ച് പറയുമ്പോൾ ഈ ജനങ്ങളുമായിട്ടായിരുന്നു അദ്ദേഹം എപ്പോഴും സംവദിച്ചു കൊണ്ടിരുന്നത്. അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളാണെങ്കിലും സ്ത്രീകളുടെ പ്രശ്നങ്ങളാണെങ്കിലും അവരെ കേൾക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഇത്രയും തിരക്കേറിയ ജീവിതമാണെങ്കിലും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സങ്കടം ആരെങ്കിലും പറഞ്ഞാൽ അവരെ കേൾക്കാൻ കണ്ണും കാതും അദ്ദേഹം തുറന്നു വച്ചിരുന്നു. ഇപ്പോൾ ജോസ് കെ മാണി MP ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജോസ് കെ മാണി, അങ്ങ് മാർപ്പാപ്പയുടെ വിയോഗ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? മാർപ്പാപ്പയുടെ വേർപാട് ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയുടെ വേർപാട് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. കാരണം മാർപ്പാപ്പയുടെ സ്ഥാനാരോപണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒരു ഡെലിഗേഷനിൽ ഒരു അംഗമായി എനിക്ക് പോകാൻ കഴിഞ്ഞു. അവിടെ മാർപ്പാപ്പയുടെ വത്തിക്കാൻ സ്ക്വയറിൽ അതിന്റെ ചടങ്ങിന് ശേഷം, ആ പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം, അവിടുത്തെ ദേവാലയത്തിൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, അവിടെയുള്ള ഓരോ രാജ്യത്തു നിന്നുള്ള നേതാക്കന്മാരെയൊക്കെ നേരിട്ട് കാണുവാനും അവരെല്ലാവരും ക്യൂ നിന്ന് മാർപ്പാപ്പയെ കണ്ട് അനുഗ്രഹം വാങ്ങുവാനും ഒരു അവസരം ലഭിക്കുകയുണ്ടായി. ഓരോരുത്തരുടെയും തലയിൽ മാർപ്പാപ്പ കൈവച്ച് അനുഗ്രഹിക്കുകയും, അങ്ങനെ എൻ്റെ ഒരു ടേൺ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ തലയിലും അദ്ദേഹത്തിൻ്റെ കൈവച്ച് അനുഗ്രഹിക്കുകയും, അതിനുശേഷം ഒരു വളരെ ചുരുങ്ങിയ സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷനാണ്, കേരളത്തിൽ നിന്നാണ്, സഭയുമായിട്ട് ബന്ധപ്പെട്ട സന്യസ്തരുടെയും അതുപോലെ തന്നെ വൈദികരുടെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അതെല്ലാം കേട്ടതിന് ശേഷം ഉടനെ തന്നെ പറഞ്ഞൊരു കാര്യം, പ്ലീസ് പ്രേ ഫോർ മീ എന്നാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, എത്രയോ വലിയ ഉന്നതിയിലിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യമാണ്. എല്ലാവരെയും ഒരുപോലെ കാണുന്നു, എല്ലാവരും ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും സ്വീകാര്യരായ ഒരു വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് എടുത്തു പറയേണ്ടത് സഭയ്ക്കെല്ലാം, കത്തോലിക്ക സഭയ്ക്കോ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയ്ക്കെല്ലാം അപ്പുറം അത് മാർപ്പാപ്പയാണ് എന്ന് പറയും. കാരണം അത്രമാത്രം സാധാരണക്കാരുമായി ഇടപെടുകയും അതോടൊപ്പം തന്നെ വിഷയങ്ങൾ ഇടപെട്ട് നിലപാടുകൾ ഉറപ്പിച്ച് ചേർക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. കാരണം അദ്ദേഹത്തിന്റെ വേർപാട്, അദ്ദേഹത്തിന്റെ അസുഖമായിരുന്നു, പക്ഷെ അതിനുശേഷം തിരിച്ച് അദ്ദേഹം ആരോഗ്യവാനായി വന്നു എന്ന് കേട്ടപ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു വേർപാട് തീർച്ചയായും അത് വലിയൊരു വേദന ലോക രാഷ്ട്രങ്ങളിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു സംശയമില്ല. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അതിൽ അദ്ദേഹത്തിന്റെ വേർപാടിൽ പ്രാർത്ഥിക്കാം. ശരി, നന്ദി ശ്രീ ജോസ് കെ മാണി MP. അദ്ദേഹം ആ സാമീപ്യം അറിഞ്ഞത്, ആ സ്പർശം, അതിൻ്റെ ആ ഒരു അനുഭവം പങ്കുവയ്ക്കുകയായിരുന്നു നമ്മളോട്. അതോടൊപ്പം പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്ന് മതമാത്സര്യങ്ങളുടെ ഈ ലോകത്ത് ഞാനില്ല, ആ രീതിയിലാണ് അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. അതൊരു ചെറിയ കുട്ടിക്ക് മുതൽ വയോധികരായവർക്ക് വരെ, അത് കുടിലിൽ നിന്ന് കൊട്ടാരം വരെ, അത് നമുക്ക് എല്ലാവർക്കും പിന്തുടരാവുന്ന ഒരു മാതൃകയാണ്. അങ്ങനെ ഒരു മാതൃകയാണ് ഇപ്പോൾ, ആ ദീപമാണിപ്പോൾ അണഞ്ഞു പോയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തിയും ജീവിതവും എല്ലാം അനേക കാലത്തോളം നമുക്ക് മാതൃകയായി തന്നെ നമ്മുടെ മുന്നിലുണ്ടാകും.